ഇന്നത്തെ വീഡിയോ കാണുന്നവർ എന്നോടൊന്നും തോന്നല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊതുകിൻ്റെ കൂത്താടിനെ വളർത്തുന്നതല്ല, നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്നൊരു സംഭവമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ തന്നെ കൊതുകിൻ്റെ കൂത്താടികളുണ്ട്. ഇന്ന് നമ്മൾ ഈ കൊതുകിൻ്റെ കൂത്താടികൾ കഴിഞ്ഞ ദിവസം പാടത്ത് കൊണ്ടുപോയാക്കിയുള്ള തിലാപ്പിയൊക്കെയാണ് ഫീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തെർമോക്കോളിൻ്റെ ബോക്സുകൾ നമ്മൾ സിമെൻറ്റ് ടാങ്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ലീക്കേജ് ഒന്നുമില്ല. ഇവിടെ സിമെൻറ്റ് ടാങ്കുകളൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇനി സിമെൻറ്റ് ടാങ്കുകൾ കൂടി പരീക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ ഗപ്പി വളർത്തലും അതുപോലെ തന്നെ ഓർണമെൻ്റൽ ഷ്രിമ്പ് ഫാമിങ്ങും ഒക്കെ ഒരു പരീക്ഷണം കൂടി നടത്താൻ പോവാണ്. അപ്പോൾ സിമെൻറ്റ് ടാങ്കുകൾ എങ്ങനെ നമ്മൾ മീൻ വളർത്തുന്നതിന് മുമ്പ് ഒരുക്കാമെന്നുള്ള ഒരു പരീക്ഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ വാഴപ്പിണ്ടി ഇട്ട് വെച്ചിട്ട്, അപ്പോൾ ആ സിമെൻറ്റിൻ്റെ പുളിപ്പും ആ എഫക്റ്റൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ വാഴപ്പിണ്ടിയാണ് ഇട്ടുള്ളത്. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ കൊതുകിൻ്റെ കൂത്താടികൾ ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നു ഒരാഴ്ച പിന്നിട്ട്. അപ്പോൾ ഈ ടാങ്കുകളിൽ നിന്ന് കംപ്ലീറ്റ് ഈ വാഴപ്പിണ്ടികൾ മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം നിറച്ച് കല്ലുപ്പിട്ടിട്ട് 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം നിർത്തിയിട്ട് മീനുകളെ നമ്മൾ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കാര്യമായിട്ടുള്ള പണി ഇന്ന് ഈ കൊതുകിൻ്റെ കൂത്താടികൾ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാൻ നിൽക്കുന്നില്ല. ഇനി ഇൻ കേസ് ഈ അഴുക്കുന്ന് പിടിച്ച് നല്ല വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ്. ഇനിയിപ്പോൾ നിലവിൽ നമ്മളെ കയ്യിൽ ഫൈറ്റർ ഇല്ലാത്ത കാരണം നമുക്ക് ഫൈറ്ററിന് കൊടുക്കാനുള്ള അവസരമില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യും, തിലാപ്പിയക്കാണ് ഇത് ഫീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഈ കൊതുകൊരു സംഭവം തന്നെയാണല്ലേ. കണ്ടില്ല എത്ര പോരാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് മാത്രമല്ല കേട്ടോ, അടിത്തട്ടിലൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് എങ്ങനെയാലും ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഇത് കണ്ട് അനുകരിക്കാതിരിക്കുക. കാരണം ഇത്തരത്തിലൊക്കെ സിമെൻറ്റ് ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൊതുകുവല ഇട്ടിട്ട് കവർ ചെയ്യാൻ നോക്കുക. കാരണം ഈ കൂത്താടി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എല്ലാവരും മാക്സിമം അനുകരിക്കാതിരിക്കുക. മാക്സിമം കൊതുകുവല ഇട്ടിട്ട് തന്നെ കവർ ചെയ്യുക, കൊതുക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ല, നല്ല രീതിയിൽ തന്നെ ഡാർക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റിൻ്റെ പുളിപ്പൊക്കെ മാക്സിമം പോയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്യണം, മൊത്തം ഒഴിവാക്കാൻ പോവാണ്, ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസം വെള്ളം കെട്ടി നിന്ന ചില ടാങ്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ നമുക്ക് ഇച്ചി പിടിച്ചിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ. പക്ഷേ നമ്മളുടെ ടാങ്ക് നമ്മൾ വറ്റിച്ച സമയത്ത് അത്തരത്തിലൊന്നും കണ്ടിട്ടില്ല. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 8-9 ദിവസത്തോളം ഇതിൽ വെള്ളം നിൽക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് അത്തരത്തിൽ കാണാറുള്ളത് ആൽഗെ ഫോം ചെയ്യുന്ന ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലുള്ള ടാങ്കുകളിലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതുപോലെ സിമെൻറ്റ് ടാങ്കുകളിലാണ് കൂടുതലായിട്ട് ഇച്ചി നല്ല രീതിയിൽ പെട്ടെന്ന് പറ്റി പിടിക്കാറുള്ളത്. കാരണം നല്ല ഒരല്ലേ, അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് പിടിച്ച് പറ്റി നിൽക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ടാങ്കുകളൊക്കെ ഇനി അങ്ങോട്ട് ഫോം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളിതിൽ ലൈഫ് പ്ലാന്റ്സ് ഒന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന് കുറച്ച് കളർ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ കൂടുതൽ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടാങ്കുകളിലൊക്കെ നമ്മൾ വെള്ളം റീഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തെളിവെള്ളം തന്നെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി കല്ലുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കല്ലുപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ മീനൊന്നുമില്ലല്ലോ, അപ്പോൾ ആ പുളിപ്പ് ശരിക്ക് അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ കല്ലുപ്പ് ശരിക്ക് നമുക്ക് വേണമെങ്കിൽ ആദ്യം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ വെയിലുള്ള സ്ഥലമായതുകൊണ്ട് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ കല്ലുപ്പ് അലിഞ്ഞു പോകുമെന്ന് വിചാരിക്കണം നമ്മൾ. ഇപ്പോൾ കല്ലുപ്പ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇപ്പോൾ അത്യാവശ്യം കല്ലുപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി വെള്ളം കൊള്ളുന്ന ടാങ്കുകളാണിത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2-3 ദിവസം എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വെള്ളം മാറ്റി കഴിഞ്ഞതിന് ശേഷം ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് പുതിയ വെള്ളം നിറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീനുകളെ ആക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂത്താടി ഉണ്ടല്ല, നല്ല രീതിയിൽ തന്നെ കൂത്താടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിനെ തിലാപ്പിയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാടത്തേക്ക് ഇതിലുള്ള ബ്ലാക്ക് തിലാപ്പിനൊക്കെ മാറ്റിയത്. ഇനിയിപ്പോൾ ഇതിൽ ശേഷിക്കുന്നത് നമ്മുടെ റെഡ് തിലാപ്പിയാണ് ഇതിൽ ശേഷിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് മൊയ്ന കൾച്ചർ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ഇനി കുറച്ച് നമുക്ക് കൂത്താടി എന്ത് ചെയ്യുക, ഇതിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് നോക്കാം ഇവർ എത്രത്തോളം കഴിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഉണ്ടല്ലോ കേട്ടോ. കഴിക്കുന്നുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓവറാവാത്ത രീതിയിൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിട്ട് കൊടുക്കാം. യെസ്, കഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ തിലാപ്പിയ കൂത്താടി കഴിക്കും, കണ്ടില്ല കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിലാപ്പിയുടെ ടാങ്കിലേക്ക് നമ്മൾ വന്ന് നോക്കി കേട്ടോ. നാച്ചുറലായിട്ടുള്ള പോണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കുറച്ച് തിലാപ്പിനെ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല ആക്റ്റീവ് തന്നെയാണ് ഇപ്പോൾ. കാരണം ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറിയപ്പോൾ ഉള്ള ഒരു സ്വാതന്ത്ര്യം അവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നടക്കുന്നിട്ടാ ഒരു കൂട്ടം കൂട്ടായിട്ട് ആ ഗ്യാങ്ങായിട്ട് തന്നെ നടക്കുന്നത് കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 15-20 പീസിൻ്റെ മുകളിലായിട്ടൊക്കെ നമ്മൾ ഇതിൽ കൊടുന്നാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് കൂത്താടിനെ ഈ ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫീഡ് ചെയ്ത് കൊടുക്കൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൂത്ത് കൊടുക്കേണ്ടി വരും, അങ്ങോട്ട് ഊത്ത് കൊടുക്കേണ്ടി വരും. ഇത് അപ്പോൾ ഈ മൂലയിലായിട്ടാണ് തിലാപ്പി നിൽക്കുന്നത് കണ്ടിരുന്നത്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. മാഷാ അല്ലാ, എല്ലാവരും ഓടിയെത്തിക്കണ്ട. പല ഫാമിൽ നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്തും നമ്മൾ കണ്ടിട്ടുള്ള നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഫീലിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫീലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിട്ടിട്ടുള്ള മീൻ കുഞ്ഞുങ്ങൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള കുളത്തിൽ ഇതുപോലൊരു കാഴ്ച കാണുമ്പോൾ അത് വല്ലാത്തൊരു മാനസിക സംതൃപ്തി തന്നെയാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാഴ്ച തന്നെയാണ്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നതാണ്. പക്ഷേ അതിലും ഒന്നും കൂടി അനുഭൂതി കൂടുന്ന സംഭവമാണ് നമ്മളുടെ ഫിഷ് എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ കേട്ടോ. അതിൽ മാഷാ അല്ലാ ശരിക്കും നല്ല രീതിയിൽ തന്നെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി എങ്ങനെയാലും കുറേശ്ശെ ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. നമ്മുടെ തിലാപ്പിയ പരൽ മീനുകളെ പിടിച്ച് കഴിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തിലാപ്പിയ വെജിറ്റേറിയൻ ആണ്, അത്തരത്തിലെ മറ്റു മീനുകളെ ആക്രമിച്ച് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വാദത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ടാങ്കിലുണ്ടായിരുന്ന ഗപ്പീസിനെ ഇവർ കഴിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ 1-2 പരലിനിട്ട് കൊടുത്ത സമയത്തും വലിയ തിലാപ്പിയ അതിനെ പിടിച്ച് തിന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം അത് പ്യുവർ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്ത സമയത്ത്, നമ്മൾ കൂത്താടി കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് പരൽമീൻ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാദം നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം വെച്ചാൽ ഇത്രയും പരൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവർ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് നീന്തി തുടിക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. മാക്സിമം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ഗപ്പികളെ നമുക്ക് കാണാനുണ്ട്, പരൽമീൻ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വന്ന് ഫുഡ് എടുക്കാൻ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല ടാങ്കുകളിലും മീൻ വളർത്തുന്ന സമയത്ത് ചില മീനുകൾ, ഇപ്പോൾ തിലാപ്പിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ചില മീനുകൾ കാണാം ഒരു 6 മാസം കൊണ്ട് ചിലപ്പോൾ അര കിലോൻ്റെ മുകളിലേക്ക് വെയിറ്റ് വരും. അതേ സെയിം ടാങ്കിൽ അതേ തിലാപ്പിയനെ ഇട്ട സമയത്ത് തന്നെ ഒരുമിച്ചിട്ട് തിലാപ്പികളിനെ ചിലപ്പോൾ 300 ഗ്രാം 250 ഗ്രാമിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. അതൊക്കെ ഈ ഷൂട്ടർമാരെന്ന് പറയും. തീറ്റ കൊടുക്കുന്ന സമയത്ത് തന്നെ തീറ്റ എടുക്കുന്ന ഒരുപാട് മീനുകളുണ്ട്. അവർ വളർച്ചയെ പെട്ടെന്ന് അവർക്ക് വളർച്ച കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. മൈ ഫാമും നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിലുപരിയായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.